ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹ കുഞ്ഞുങ്ങളെ, നിങ്ങളേവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നത് ഈ വർഷത്തെ 326 ദിവസം, അതായത് 22 നവംബർ 2025. ഇന്ന് ധ്യാന വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് തൻ്റെ പ്രവൃത്തികളെ ദൈവത്തിൽ സമർപ്പിക്കുന്നത് ആര്? തൻ്റെ പ്രവൃത്തികളെ ദൈവത്തിൽ സമർപ്പിക്കുന്നത് ആര്? ഇതിനായി നമുക്ക് ഒരു വചനം തിരഞ്ഞെടുക്കാം. സദൃശവാക്യങ്ങൾ 16 അധ്യായം 3 വാക്യം. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. നമ്മിൽ എത്ര പേർ നമ്മുടെ ഓരോ പ്രവൃത്തികളെയും യഹോവയുടെ തൃപ്പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് തുടങ്ങുന്നു? അത് പൂർത്തീകരിച്ചതിന് ശേഷം അവന് എത്ര പേർ നന്ദി പറയുന്നു എന്ന് നാം ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഉദ്ദേശങ്ങൾ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്രവൃത്തികളും യഹോവയ്ക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ തൻ്റെ പ്രവൃത്തികളെ ദൈവത്തിന് സമർപ്പിക്കുന്നത് ആര്? ഒരു യഹോവ ഭക്തനാണ്. ഒരു ദൈവഭക്തനായ വ്യക്തിക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. മറ്റുള്ളവരൊക്കെയും ചിന്തിക്കുന്നത് എൻ്റെ സ്വന്തം കഴിവുകൊണ്ടാണ് ഇതൊക്കെയും സാധിക്കുന്നത് എന്നാണ്. അങ്ങനെ ചിന്തിക്കുന്നവർ ഒക്കെയും മൂഢന്മാരാണ് എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. നാം ചിന്തിക്കേണ്ടതായ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് കാര്യം തന്നെ തുടങ്ങിയാലും, എന്ത് പ്രവൃത്തി തന്നെ നമ്മൾ ആരംഭിച്ചാലും അതൊക്കെയും സഫലമായി തീരും എന്നുള്ളതിന് നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ മുമ്പിൽ പല ഉദാഹരണങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നാം അതൊക്കെയും മനസ്സിലാക്കി നാം നമ്മെ തന്നെ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നാം പ്രവർത്തിക്കുന്നുവെങ്കിൽ ഈ സദൃശവാക്യത്തിൽ എഴുതിയിരിക്കുന്നത് സഫലമാകും, സത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. അതിന് നമ്മൾ എത്ര പേർ തയ്യാറാണ് എന്നാണ് ഈ അവസരത്തിൽ നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടത്. അങ്ങനെ നമുക്ക് ചോദിക്കണമെന്നുണ്ട് എങ്കിൽ നമ്മൾ വചനം വായിച്ച് ഗ്രഹിക്കുന്നവരായിരിക്കണം. വചനം വായിച്ച് ഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്നവർക്ക് മാത്രമേ ഭക്തിഗാനങ്ങൾ വളരെ ഭക്തിയോടുകൂടി പാടുവാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കാത്തവർക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാവില്ല. എന്നാൽ നമ്മൾ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുക തന്നെ വേണം. കാരണം പോസിറ്റീവ് എനർജി ആ ഭവനത്തിൽ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മളുടെ ഭവനങ്ങളിലുള്ള നെഗറ്റീവ് എനർജികളെ എടുത്തു കളഞ്ഞ് പോസിറ്റീവ് എനർജി വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കുന്നില്ല. എങ്കിൽ തന്നെയും സന്ധ്യാപ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയും നാം പതിവായി ചെല്ലുന്നുവെങ്കിൽ ആ ഭവനത്തിൽ ഐശ്വര്യമുണ്ടാകും. ആ ഭവനത്തിലെ കുഞ്ഞുങ്ങൾ സക്സസ് ആയിരിക്കും. ആ ഭവനത്തിലെ കുഞ്ഞുങ്ങൾ ഒരു കാരണവശാലും തെറ്റിൻ്റെ വഴിയിലേക്ക് പോവുകയില്ല എന്ന് നമുക്ക് ഏവർക്കും അനുഭവത്തിലൂടെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതട്ടെ. നാം ചെയ്യേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ. നമ്മുടെ സമയത്തിന് നമ്മൾ വില കൊടുക്കണം. സമയത്തിന് വില കൊടുക്കുന്നവർക്ക് മാത്രമേ കൃത്യനിഷ്ഠയോടുകൂടി പ്രവർത്തിക്കുവാൻ സാധിക്കത്തുള്ളൂ. അവർക്ക് മാത്രമേ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി അതിന് പ്രകാരം പ്രവർത്തിക്കുവാൻ സാധിക്കത്തുള്ളൂ. രാവിലെ എഴുന്നേറ്റ് ദൈവത്തിൽ താൻ സമർപ്പിച്ചതിന് ശേഷം ഇന്ന് എനിക്ക് ചെയ്യേണ്ടതായ അത്യാവശ്യ കാര്യങ്ങൾ ഏതൊക്കെയെന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ജീവിതത്തിൽ സക്സസ് ആകുവാൻ സാധിക്കത്തുള്ളൂ. അന്നത്തേത് മാത്രമല്ല, അടുത്ത ദിവസത്തെയും ആ ആഴ്ചത്തെ പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ആ മാസത്തിലെ പ്രോഗ്രാം സെറ്റ് ചെയ്യുന്ന ഒരാളിന് മാത്രമേ ആ വർഷത്തിലെ പ്രോഗ്രാം സെറ്റ് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഓരോ കാര്യങ്ങൾ മുറയ്ക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ സഫലം ലഭിക്കുകയുള്ളൂ. അതിനുവേണ്ടി നാം ചെയ്യേണ്ടത്, നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. അത് നമ്മൾ എല്ലാവരും ആ കാര്യം ഒന്ന് ശരിയായ രീതിയിൽ മനസ്സിരുത്തിക്കൊണ്ട് നമ്മളുടെ ആ വചനങ്ങളിലേക്ക് നാം നോക്കുന്നുവെങ്കിൽ
അത് നാം ഗ്രഹിക്കുന്നുവെങ്കിൽ, ഭക്തിഗാനങ്ങൾ നമ്മൾ വളരെ ഭക്തിയോടെ പാടുന്നുവെങ്കിൽ, ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.